പഴയ പട്ടിക്കൂടാണേ. ഇപ്പോൾ അതിനകത്ത് അങ്ങനെ പട്ടി കിടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൽ കോഴിയെ അടവച്ചേക്കുവാണേ. കോഴിയെ അടവച്ചിരുന്നത് കൊണ്ട് ഇതിൻ്റെ ഡോർ ഒരു പച്ച നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചേക്കാണ്, വേറെ ജീവികളൊന്നും കയറാതിരിക്കുക. അങ്ങനെ കോഴിയമ്മ അടയിരിക്കുകയാണ്. ഇന്നേക്ക് 21 ദിവസമായി. നമുക്ക് വിരിഞ്ഞോന്ന് നോക്കാം. കോഴിയമ്മ എന്നെടുത്ത് മാറ്റിയിട്ട് ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ. അങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. നല്ല സെറ്റ് കേട്ടോ. 9 മുട്ട വെച്ച് ആ 9 മുട്ടയും വിരിഞ്ഞിരിക്കുകയാണ്. മുട്ടത്തോടൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം. നേക്കഡ് നെക്കാണ് കേട്ടോ കൂടുതലും. നേക്കഡ് നെക്ക് ബ്ലാക്കും വൈറ്റും ഉണ്ട്. പിന്നെ ഇവിടെ കുറേ മുള്ളൻ കോഴികളുണ്ട്. എനിക്ക് തോന്നുന്നു അതിനി പിന്നെ അറിയാൻ പറ്റും, വലുതായി വരുമ്പോഴേ ഇനി മുള്ളൻ കോഴികളാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അമ്മക്കോഴി എടുത്ത് മാറ്റിയപ്പോൾ അവൾക്ക് വെപ്രാളം കേട്ടോ. കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ വെച്ച് ചൂട് കൊടുക്കണ്ടേ. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ആയിരിക്കും എല്ലാവരും വിരിഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ ഉടനെ ഒന്നും പുറത്തേക്ക് ഇറക്കില്ല. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പം പുറത്തേക്ക് ഇറക്കും. ഫുഡും വെള്ളമൊക്കെ കൊടുക്കും. അരി പൊടിച്ചാണ് കൊടുക്കുന്നത്. ഗ്രോവർ ഇരിപ്പില്ല, ഇനി പോയി വാങ്ങണം ഗ്രോവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ പിന്നീടാം. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.